എത്രയായി? എത്രയായി? 40 രൂപ. 40 രൂപ. ഇവിടെ വരെ വരുന്നതിന് 20 രൂപ. അതെ, ഇങ്ങോട്ട് വരുന്നതിന് 20, പോകുന്നതിന് 20. ആരാ പറഞ്ഞത് നിന്നോട് തിരിച്ചു പോവാൻ? നീ ഇവിടെ കിടന്നോടാ, അത് കൊടുത്താ മതി. പിടിച്ചോ. അല്ല ദരിദ്രം. നീ എന്തിനാടാ സുമാരനായിട്ട് വളർക്കണ്ടായി? വിഷമം കൊണ്ടാടാ, മനസ്സിലെ വിഷമം കൊണ്ട്. അവന്റെ അപ്പം പനേന്ന് വീണ് മരിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ഒരു ഒറ്റ ഒഴുത്തിനാ. പാലക്കാടുള്ളവന്റെ അളിയന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു, പീരുമേടുള്ളവന്റെ പെങ്ങളെ ആളെ വിട്ട് അറിയിച്ച്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ അടിയന്തരം അറിയിച്ചില്ലടാ. പിന്നെ എനിക്ക് എങ്ങനെ വിഷമം ഉണ്ടാവുമായിരിക്കും? നീ വിഷമിക്കണ്ട, നിനക്കൊരു അവസരം ഉണ്ടാവും. എന്താ അവസരം? നിന്റെ അച്ഛനും പനമെന്നല്ലേ കാരണേ, വീഴാതിരിക്കില്ല. വെയിറ്റ് ചെയ്യ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിന്റെ വീടെത്തി നീ കള്ളു കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഡീസന്റ് ആയിരിക്കും. അതിനെന്താ സംശയം? ഞാൻ എത്ര കുടിച്ചാലും ഡീസന്റാ. എടി മനുഷ്യ കൊയ്യാളെ ഇറങ്ങി വരാൻ. എടി പിട്ടക്കാരി ഇങ്ങനെ ഇറങ്ങി വാടി. അവളെ ഇങ്ങട് വാടി. ഇങ്ങട് വെളിയിൽ കിടന്ന് വിളിച്ചു പോണ്ട, അകത്ത് കയറിയിരിക്കും, ആൾക്കാർ കേൾക്കും. കേക്കട്ടെ എന്റെ സങ്കടം. അകത്ത് കയറി മധുപൂത ആഘോഷിക്കാൻ വന്നവരല്ല ഞാൻ. നീ എന്റെ കെട്ടിയോളല്ലേ? ആണെങ്കിലേ പറഞ്ഞ സ്ത്രീധനം തരുമായിരുന്നു. എവിടെ തരാൻ? നല്ലൊരു ദിവസമായിട്ട് വെറുതെ. ആഹാ, കണ്ണും കൈയും കാലും കാട്ടി നീ എന്നെ സൗന്ദര്യത്തെ ലൈൻ കമ്പി പോലെ വളർത്തി. നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. അത് മതി. ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടുപോയാ മതി. നിനക്ക് എന്റെ വക 2 കുട്ടികളും ഫ്രീയാ. ആരും തരുടോ ഇങ്ങനെയൊക്കെ? നിങ്ങൾ അങ്ങോട്ടൊന്നും ചെന്നേ. ഞാൻ ചെന്നാലൊന്നും ആ ബഹളം തീരില്ല. അത് തീരണമെന്നുണ്ടെങ്കിലേ അവൻ കുടിച്ച വെള്ളം തലേന്ന് ഇറങ്ങണം. നീ വാതിലടയ്ക്ക. തലവിധി. ഇല്ലെങ്കിൽ വേണ്ട. തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച്. പോണ്ടേ നമുക്ക്? സ്ത്രീധനം വാങ്ങുന്നില്ലേ? ഭയങ്കര ചൂട്. ഇന്നലെ രാത്രി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്? എന്നെ നാണം കെടുത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് പോവാം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ. മതി, പതുക്കെ വന്നാ മതി. പക്ഷെ ഇപ്പൊ എന്റെ മോളെ വീടിന്റെ താക്കോൽ ഇങ്ങതാ. എന്താ മൂന്നേട്ടാ രാവിലെ തന്നെ രണ്ടാളും കൂടി? ഏയ്, പെട്ടെന്നൊരു യുദ്ധം വന്നാ നമ്മൾ എന്താ ചെയ്യാന്ന് ഭാര്യയോട് ചോദിക്കായിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ യുദ്ധമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചിലപ്പോ മറ്റവനെ കൊണ്ട് നിർത്താനാവും. അപ്പൊ ഇത്തിരി അടിക്കും. എന്നാ മുകുന്ദേട്ടൻ ഇപ്പൊ പോവണ്ട, 2 ദിവസം കഴിഞ്ഞു പോയാ മതി. ഞാനൊന്ന് റെഡി ആവട്ടെ. അതെ, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, താക്കോല് തരാം. വേണ്ട, ഞാൻ പോണില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പശു വാല് പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് ഈ മുകുന്ദന് നന്നായിട്ട് അറിയാം. ആ കളി എന്നോട് വേണ്ടേ. ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ പീസ് കെട്ടും. ആട്ടെ, നിന്റെ അച്ഛൻ പോയോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്തായാലും എന്നെപ്പ കാണണ്ട. അയ്യോ എന്റെ അമ്മേ. അഖിലേ, നീ വരുന്നില്ലേ? ഇല്ല, അച്ഛൻ നടന്നോളൂ, ഞാൻ റെഡി ആയിട്ടില്ല. അവളുടെ മേക്കപ്പ് തീരട്ടെ. ദേ അമ്മേ, കളിയാക്കണ്ട കേട്ടോ, അസൂയ. പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ വീട്ടിലൊന്ന് കയറണം. ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന്. അതെന്തായെന്ന് ചോദിക്കണം. ശരി, സമയം കിട്ടിയാ കേറാം. വരട്ടെ.
വൈകിയോ? ദേ അധികം വീർപ്പിക്കണ്ട, പൊട്ടിപ്പോവും. അല്ല, ഇന്നലെ എന്താ വീട്ടിൽ വരാത്തെ? എനിക്ക് സൗകര്യമില്ല. അയ്യടാ, എന്നാ സാറിന്റെ സമയം സൗകര്യം പറഞ്ഞാ വന്ന് കണ്ടോളാം. നീ രാവിലെ എന്നെ കളിയാക്കുക. അയ്യോ, തോന്നിയോ? ദേ, നീ എന്നെ അധികം പഠിപ്പിക്കല്ലേ. ഇല്ല, പഠിപ്പിക്കുന്നില്ല. വന്ന് വണ്ടി കയറ്. ആഹാ, ദേ വലിയ പത്രാസൊന്നും കാണിക്കണ്ട. ഞാനും ഒരു വണ്ടി മേടിക്കും. അത് ഇതുപോലെ ആട്ടോ എന്നായിരിക്കില്ല, കാറ് മേടിക്കും. എന്നിട്ട് വിഷ്ണുവേട്ടനെ അതിലിരുത്തി ഒരു പറപ്പിക്കലുണ്ട്. എത്ര മധുരമായ നടക്കാത്ത സ്വപ്നം. ഓ, ഞാൻ വാങ്ങും. എനിക്ക് ജോലി കിട്ടട്ടെ, സത്യം. ഈ മയിലാടുന്നത് കൊണ്ട് കോഴി ആടിയാ കോഴിയുടെ തല പോകും, മനസ്സിലായോ? ഓ, ഞാൻ വെറുതെ പറഞ്ഞതാടി എന്റെ കമ്പ്യൂട്ടർ പെണ്ണെ. ഞാൻ ഇനി മിണ്ടില്ല. ആ, ഇപ്പൊ വാദി പ്രതിയായോ? വാ പോകാം, വണ്ടി കയറി. അച്ചുവേ, ആഹാ, അല്ല ഇതാര്? ഇതെന്താ ഒറ്റയ്ക്ക്? ഞാൻ ഓഫീസ് വിട്ട് വരിക. അപ്പൊ ഇവിടെ വരെ ഒന്ന് കേറാമെന്ന് ഓർത്തു. ആ, എന്തായി മോളുടെ ആലോചന? അതിപ്പോ നടക്കാൻ പോണില്ല. അതെന്താ? അവക്ക് ചെക്കനെ പിടിച്ചില്ല. ഓ, അതുകൊണ്ടൊന്നും അല്ല അമ്മാവ. പിന്നെ എനിക്കിപ്പോ കല്യാണം വേണ്ട, ആദ്യം ഏട്ടന്റെ കഴിയട്ടെ. ഓ, അയ്യോ നമ്മേ. ആ, വാ വാ വാ. ആ, അച്ചു, നീ എവിടെ ആയിരുന്നു? ഞാൻ സുഖവാസ കേന്ദ്രത്തില്, ഏ, അതായത് ബാത്റൂമില്. ഇന്നലത്തെ വിക്സ് ശരിയായില്ല. ഒക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് കഥ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ വിക്സ് തിന്നുന്ന കഥ കേൾക്കുന്നത്. വിക്സോ? ആലുവ പാലം മൊത്തം വിഴുങ്ങുന്ന പാർട്ടികളും ഉണ്ട്. അത് ഞങ്ങൾക്കൊട്ടൊന്ന് വെച്ചതാണല്ലോ. ഏയ്, അങ്ങനെ തോന്നിയോ? ഇവിടെ അധികം നേരം ഇരിക്കണ്ട, നമുക്ക് പോയേക്കാം. എന്താ രണ്ടാളും കുശുകുശുക്കണേ? നിന്നെ പെട്ടെന്ന് കെട്ടിച്ചുവിടുന്ന കാര്യം പറയായിരുന്നു. ശാരദയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണോ? ദൈവ സഹായത്താൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്താച്ചു? ഞാനിപ്പോ വരാം. ഇന്നലത്തെ മിലിറ്ററി ചതിച്ചു. അയ്യോ, ഇന്നലെ തുടങ്ങിയ ഓട്ടാ, ഇതുവരെ നിന്നിട്ടില്ല. അതെ, ഈ കട്ടൻ ചായയിലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക, അപ്പൊ നിൽക്കും. ചേട്ടൻ അങ്ങനെയായിരിക്കും നിന്നതല്ലേ? അതെ. അത് പോട്ടെ, ചെക്കൻ എന്താ ചോദിച്ചേ? ഒന്നും കാര്യമായിട്ട് ചോദിച്ചില്ല. ആ. ഒരു 4 ലക്ഷം മാത്രം. എന്നിട്ട് എന്തു പറഞ്ഞു? എന്തു പറയാൻ, നോട്ട് അച്ചടിച്ചു തുടങ്ങുമ്പോ അവിടെ എത്തിക്കാമെന്ന് വിഷ്ണുട്ടും പറഞ്ഞു. അഖിലയുടെ കാര്യം നോക്കണ്ടേ? ആ, നോക്കണം. ഇത്തിരി കടമുണ്ട്, പിന്നെ ജാതകവും ശരിയാകണ്ടേ. ആദ്യം ഇതങ്ങട് കഴിയട്ടെ. ഞാൻ ഇറങ്ങുക. ചിലപ്പോ അച്ചു ഇറങ്ങാൻ വൈകും. അച്ചുവേ, എന്നാല് തട്ടം മോളെ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. നല്ല ബെസ്റ്റ് പോസ്റ്റ്. ഒരു ലൈൻ കൊടുത്ത് നോക്കിയാലോ? ദൈവമേ, എന്റെ ഫ്യൂസ് അടിച്ച് കളയല്ലേ. അല്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? എന്ത് അല്ല, കംപ്ലൈന്റ്? ഈ ഫ്യൂസ് കംപ്ലൈന്റോ കണക്ഷൻ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല. അന്ന് ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാം. ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്. ഞാനൊരു ലൈൻമാൻ ആണെങ്കിലും കുട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റ്മാൻ ആവാനും ഒരു വാച്ച്മാൻ ആവാനും എനിക്ക് മടിയില്ല. അത്രയ്ക്ക് ജെന്റിൽമാൻ ആണ് ഞാൻ. ഈ നാട്ടിൽ ഏത് ലൈൻ പൊട്ടിപ്പോയാലും അത് കൂട്ടിക്കൊടുക്കുന്നത് ഈ ഞാനാണ്. ആ, എനിക്ക് സ്വന്തമായിട്ടൊരു ലൈൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കുട്ടിക്ക് ലൈൻ വല്ലതും വേണോ? വേണമെങ്കിൽ ഇപ്പൊ വേണ്ട, ആവശ്യം വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ഞാൻ പറഞ്ഞോളാം. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതിന് കുട്ടി എന്തിനാ ഇങ്ങനെ ഷോർട്ട് ആവുന്നത്? കുട്ടി, സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രും പോലെ. പുരുഷൻ ഫേസ്, സ്ത്രീ ന്യൂട്രൽ. അതാണ് പ്രകൃതി. ഇവിടെ ഞാൻ ഫേസും കുട്ടി ന്യൂട്രും. ഫേസും ന്യൂട്രും ചേർന്നാൽ ഒരു ബൾബ് കത്തും. ഇവിടെ നമ്മൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജീവിതം ഉണ്ടാവും. കുട്ടി എന്ത് പറയുന്നു? ഞാൻ പറയടാ. അല്ല, ന്യൂട്രൽ ഫേസ് ലൈൻ കൊടുക്കാൻ വേണ്ടി. അല്ല, ഫേസ് ന്യൂട്രൽ. നീ കുറെ നാളായിട്ട് ലൈൻ കൊടുക്കാൻ കിടന്ന് കറങ്ങാണെന്ന് എനിക്കറിയാം.
അപ്പൊ ചുരുക്കി പറഞ്ഞ ഗീതയുടെ കല്യാണം നടക്കില്ല. എങ്ങനെ നടക്കാനാ? 4 ലക്ഷം പോയിട്ട് 40,000 രൂപ ആ പാവത്താന്റെ കയ്യിലില്ല. ആ അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. മുകുന്ദന് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ മോക്ക് സ്വൈരം കൊടുക്കില്ല. എങ്ങനെയെങ്കിലും ആ 5 പവൻ വാങ്ങി കൊടുക്കണം. നിങ്ങളും കേട്ടതല്ലേ അവൻ പറഞ്ഞത്? കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? കഴിയണ്ടേ? ഇപ്പൊ തന്നെ 2 മാസം ശമ്പളം മുൻകൂർ വാങ്ങിച്ചിരിക്കുക. എല്ലാവർക്കും ഡ്രസ്സൊന്നും വാങ്ങണ്ടായിരുന്നു. നീ എന്താ ശാരദ ഈ പറയുന്നേ? ഞാനല്ലാതെ നമ്മുടെ മക്കൾക്ക് വേറെ ആരാ വാങ്ങിക്കൊടുക്കുക? കഷ്ടപ്പാടൊക്കെ തീരും. മക്കൾക്കൊരു ജോലി കിട്ടും വരെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഇതൊക്കെ ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കണ്ട, കിടക്കാൻ നോക്ക്. ഈശ്വര, ഈശ്വര രക്ഷിക്കണേ. ഓ, ഇക്കാലത്ത് ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. നമ്പർ പ്ലേറ്റ് ശരിയല്ലാന്ന്, പിഴ കെട്ടണമെന്ന്. എന്നിട്ടെന്താ ഒരു 50 നോട്ട് എടുത്ത് വീശി. അയാളുടെ സൂക്കേട് തീർന്നു. ഇവന്മാരുടെ വൃത്തികെട്ട പിരിവ് കൊണ്ട് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുന്നില്ല. എവിടെ ഒടുക്കത്ത് പിരിവില്ലാത്തത്? ശവപ്പെട്ടിക്ക് വരെ ഉണ്ട് പിരിവ്. എടാ വിഷ്ണു, നിന്റെ ആള് വരുന്നു. എവിടേക്കാ? അമ്പലം വരെ. ആ കേറ്. ഒക്കെ അവന്റെ സമയം. നമ്മൾ 7 കൊല്ലായി ഉരുട്ടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നിന്റെ നോട്ടം. അതിനൊക്കെ ഒരു യോഗം വേണം, പിന്നെ ഇത്തിരി നമ്പരും. ഹലോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? നിന്റെ അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട്? ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മൂപ്പർക്ക് എന്നെ കൊണ്ട് കെട്ടിക്കാനാ ധൃതി. അതുപോട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? രാവിലെ 4 ചക്രം കീശയിലിടാനാ ഈ വണ്ടിയായിട്ട് ഇറങ്ങിയത്. അല്ല, നിന്നെ കൊണ്ട് ചുറ്റാനൊന്നുമല്ല. അതിന് വിഷ്ണുവേട്ടന്റെ വണ്ടിക്ക് 3 ചക്രല്ലേ ഉള്ളൂ. ഓ, തമാശ. അല്ല, ആർക്ക് വേണ്ടി എത്ര കഷ്ടപ്പാട്? നിന്റെ അച്ഛൻ ചേരുന്നവർക്ക് വേണ്ടി. ദേ, എന്റെ അച്ഛനെ പറയരുത്. പഠിത്തം കഴിഞ്ഞിട്ടേ ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ ഡ്രൈവർ വേണ്ടെന്ന് പറയുമ്പോഴാ എന്റെ തനി സ്വഭാവം നിന്റെ അച്ഛൻ അറിയാൻ പോകുന്നത്. അതിരിക്കട്ടെ, വല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഒരു എഞ്ചിനീയറെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അസൂയപ്പെടാൻ മാത്രം നീ ലോകസുന്ദരിയൊന്നല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാടോ. ഒരു പാവം ഓട്ടോറിക്ഷക്കാരന് ലോകസുന്ദരിയൊന്നും വേണ്ട. ജോലി ചെയ്ത് തളർന്നു വരുമ്പോ ഒരു നേരത്തെ കഞ്ഞി നേരാവണ്ണം എടുത്തു തരുന്ന എന്റെ ഈ രാജകുമാരി മതി. അത് കൈവിട്ട് പോകാതിരുന്നാ മതി. ഇങ്ങനെയാണെങ്കിൽ പോകും. പല ആലോചനകളും വരുന്നുണ്ട്. ആരെങ്കിലും വന്ന് കൊടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ കെട്ടിക്കോ. എന്നാ ഇപ്പൊ തന്നെ അയ്യോ, വിട്. ഓടുന്നു. ഞാൻ പോണു. നാളെ കാണാം.